Hey guys, welcome back to another video. ബോസിന്റെ ലേറ്റസ്റ്റ് പോർട്ടബിൾ സ്പീക്കർ ആയിട്ടുള്ള സൗണ്ട് ലിങ്ക് ഫ്ലെക്സ് സെക്കൻഡ് ജനറേഷന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇറ്റ്സ് എൻ അമേസിംഗ് സ്പീക്കർ. JBL ഫ്ലിപ്പ് 6 ഫ്ലിപ്പ് 7ന്റെ ആ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ബോസിന്റെ സൗണ്ട് ലിങ്ക് ഫ്ലെക്സ് സെക്കൻഡ് ജനറേഷൻ. ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 12 അവേഴ്സ് ബാറ്ററി ബാക്കപ്പ്, 12 അവേഴ്സ് പ്ലേ ബാക്ക് ടൈം ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അമേസിങ്, സൂപ്പർ ക്വാളിറ്റി സൗണ്ടാണ് വരുന്നത്. നല്ല ഡീപ്പ് ബേസും അടിപൊളി പെർഫോമൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പീക്കർ ആയിരിക്കും ഇത്. ഇറ്റ്സ് എ കോമ്പാക്ട് ഡിസൈൻ. അതിൽ സൈഡിലായിട്ടൊരു ബാക്ക് പാക്സിലൊക്കെ ഹാങ് ചെയ്തിടാനായിട്ടുള്ളൊരു ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഹൈഫൈ ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ബോസ് ആപ്പ് ത്രൂ നമുക്ക് ഈ ഒരു സ്പീക്കറിന്റെ സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. സെയിം ടൈമിൽ രണ്ട് സ്പീക്കർ പെയർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. സ്പീക്കേഴ്സിൽ ഷോർട്ട് കട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സോ രണ്ട് സ്പീക്കറിലും അറ്റ് എ ടൈമിൽ അതിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് പെയർ ആയിക്കോളും. അതിനുശേഷം നമുക്ക് ഇതിൽ പാർട്ടി മോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്റ്റീരിയോ എക്സ്പീരിയൻസ് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പിന്നെ വരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹാങ് ചെയ്തിട്ടാലും അത് തലതിരിച്ച് വെച്ചാലും മറിച്ച് വെച്ചാലും തിരിച്ചു വെച്ചാലും എങ്ങനെ വെച്ചാലും പൊസിഷൻ IQ ടെക്നോളജി വെച്ചിട്ട് സ്പീക്കർ ഇറ്റ് സെൽഫ് അതിൽ പൊസിഷൻ എങ്ങനെയാണോ അത് ഓട്ടോ കാലിബ്രേറ്റ് ചെയ്തിട്ട് ആ സൗണ്ട് നമുക്ക് എൻഹാൻസ് ചെയ്ത് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്നും കിട്ടും. സോ അങ്ങനത്തെ ഒരു സംഭവം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ് ബിൽറ്റ് ആണ്. താഴെ വീഴും എന്നുള്ള പേടിയൊന്നും വേണ്ട. സിലിക്കൺ മെറ്റീരിയൽ ആണ് ഔട്ട് സൈഡ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് താഴെ വീഴുമ്പോഴത്തേക്കൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിൽറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് താഴെ ഇട്ട് നോക്കി പരീക്ഷിക്കേണ്ട, ചുമ്മാ റിസ്ക് എടുക്കേണ്ട. അത്രയും വില കൊടുത്ത് നമ്മളൊരു സ്പീക്കർ മേടിച്ചിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ താഴെ വീഴുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആൻഡ് ഇതിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 590 ഗ്രാം ആണ്. ബോക്സിൽ നമുക്ക് ടൈപ്പ് C ടു ടൈപ്പ് എന്റെ ഒരു ചാർജിങ് കേബിൾ പ്ലസ് സ്പീക്കർ, ഈ രണ്ട് സംഭവമാണ് നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സിൽ കിട്ടുന്നത്. ഫുള്ളി ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ എടുക്കും. അതുപോലെ തന്നെ ഇതിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മൈക്രോഫോൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ബോസ് ആപ്പ് ത്രൂ നമുക്ക് ഇതിന്റെ മറ്റ് ഈക്വലൈസറും മറ്റു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും കഴിയും. ഇതിന്റെ പ്രൈസ് യൂറോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും 119 യൂറോയാണ് ഇതിന്റെ US പ്രൈസ് വരുന്നത്. ഇന്ത്യൻ എനിക്ക് തോന്നുന്നു ആമസോണിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ബോസിന്റെ ഡയറക്റ്റ് സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.